നമ്മൾ ഇന്നലെ മാഷ്മിന്ത പാർക്കിൽ പോയ അതേ വഴി തന്നെയാണ് ഇപ്പോഴും പോയിക്കൊണ്ടിരിക്കുന്നത്. കല്ലുവാകി ചെറിയൊരു റോഡാണ്, നല്ല പഴമ തോന്നിക്കുന്ന ഒരു സ്ട്രീറ്റാണ്. ഇതാണ് ഫ്യൂണിക്കുലാർ ട്രെയിൻ. നമ്മൾ ട്രെയിൻ ഇറങ്ങി മാഷ്മിന്ത പാന്തിയോണിലോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ 6:50 നമുക്ക് 10 മിനിറ്റ് ബാക്കിയുള്ളൂ. 7 മണിക്ക് ഈ മിഡിൽ സ്റ്റേഷൻ അടയ്ക്കും. അതിന് മുമ്പ് നമുക്ക് പോയിട്ട് തിരിച്ചു വരണം. എത്താൻ പറ്റുമെന്ന് അറിയില്ല. ട്രെയിൻ കിട്ടിയിട്ടില്ലെങ്കിൽ നടന്ന് പോകാൻ പറ്റുമെന്നാണ് പറഞ്ഞത്. എന്തായാലും നമുക്ക് നോക്കാം. ഒരു കുത്തനെയുള്ള കയറ്റമാണ്. ഈ മലയുടെ മുകളിൽ വരെ കയറണം, എന്നാലേ ഇനി അടുത്ത ട്രെയിൻ പിടിക്കാൻ പറ്റുള്ളൂ. നടന്നൊരു പകുതി വഴിയായി. പുറകിൽ ടിബിലിസി സിറ്റി കണ്ടോ. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ കഴിഞ്ഞ വീഡിയോ സ്റ്റോപ്പ് ചെയ്യുമ്പോൾ പറഞ്ഞത് രണ്ടാമത്തെ അവസാനത്തെ വീഡിയോ ആണ്. പക്ഷേ നമ്മുടെ റൂമിൽ വന്നപ്പോൾ ഒരുപാട് സമയം ബാക്കിയുണ്ടായിരുന്നു. ഇപ്പോൾ 6 മണിയാവുന്നേ ഉള്ളൂ. ഇവിടെ നേരം ഇരുട്ടുമ്പോൾ 8 മണി കഴിയും. അപ്പോൾ ഏകദേശം 1-2 മണിക്കൂർ നമ്മുടെ കയ്യിൽ ബാക്കിയുണ്ട്. ഇവിടെ തൊട്ടടുത്ത് തന്നെയാണ് ഫ്യൂണിക്കുലാർ റെയിലുണ്ട്. അപ്പോൾ ജസ്റ്റ് അതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം എന്ന് വിചാരിച്ചു. ഈ വീഡിയോയിൽ ആ ഫ്യൂണിക്കുലാർ റെയിലിൻ്റെ വിശേഷങ്ങളാണ്. എല്ലാ കൂട്ടുകാർക്കും ഈ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ യാൻടാക്സിഗോ എന്ന് പറഞ്ഞൊരു ആപ്പ് യൂസ് ചെയ്തിട്ട് ബുക്ക് ചെയ്ത് 2 മിനിറ്റ് പോലും ആയില്ല. കാർ ഇവിടെ എത്തി. ഇവിടെ നിന്നൊരു 1/2 മണിക്കൂറുണ്ടെന്നാണ് പറയുന്നത്. വൈകുന്നേരം ആയതുകൊണ്ട് റോഡിലൊക്കെ നല്ല ട്രാഫിക് ഉണ്ട്. നമ്മൾ ഇന്നലെ മാഷ്മിന്ത പാർക്കിൽ പോയ അതേ വഴി തന്നെയാണ് ഇപ്പോഴും പോയിക്കൊണ്ടിരിക്കുന്നത്. കല്ലുവാകി ചെറിയൊരു റോഡാണ്, നല്ല പഴമ തോന്നിക്കുന്ന ഒരു സ്ട്രീറ്റാണ്. നമ്മൾ ഏകദേശം എത്താറായി. ദൂരെ കാണുന്ന ചർച്ചിൻ്റെ പേര് മാഷ്മിന്ത പാന്തിയോൺ എന്നാണ്. ജോർജിയയിലെ പ്രമുഖരായിട്ടുള്ള സാഹിത്യകാരന്മാരെയും രാജാക്കന്മാരെയൊക്കെ അടക്കം ചെയ്തിരിക്കുന്ന ഒരു ചർച്ചാണത്. നമുക്ക് സമയം കിട്ടുകയാണെങ്കിൽ ആ ചർച്ചിൽ പോകാനൊരു പ്ലാൻ ഉണ്ട്. ഇപ്പോൾ 6:15 7 മണി വരെ ആ ചർച്ചിലോട്ട് പ്രവേശനമുള്ളൂ എന്നാണ് പറഞ്ഞു കേട്ടത്. എന്തായാലും നമുക്ക് പോയി നോക്കാം. ഇതാണ് ഫ്യൂണിക്കുലാർ സ്റ്റേഷൻ്റെ മെയിൻ ഓഫീസ്. ഇവിടെ നിന്നാണ് ടിക്കറ്റ് എടുക്കേണ്ടത്. നമുക്ക് എന്തായാലും ഉള്ളിൽ കയറുന്നു. ഇവിടെ നിന്ന് ടിക്കറ്റ് എടുത്തിട്ടാണ് വരേണ്ടത്. അത്യാവശ്യം തിരക്കുണ്ട്. അപ്പോൾ ഇതാണ് ഫ്യൂണിക്കുലാർ ട്രെയിൻ. ഒരേ സമയം 60 പേർക്ക് കയറാനാണ് പറഞ്ഞത്. ഏകദേശം 100 ദിർഹംസാണ് 4 പേർക്ക് ചാർജ് ചെയ്യുന്നത്. 6 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് ഫ്രീ ആണ്. 20 മിനിറ്റ് ഇടവിട്ടാണ് സർവീസ് ഉള്ളത്. രാവിലെ 9 മണി മുതൽ രാത്രി 11 മണി വരെ. നമ്മൾ ഫസ്റ്റ് സ്റ്റേഷനിലെത്തി. ഓക്കെ, കയറി കയറി. ഇതാണ് വരുന്ന അപ്പർ സ്റ്റേഷൻ. നമ്മൾ ശരിക്കും പ്ലാൻ ചെയ്തത് ഇതിൻ്റെ മിഡിലൊരു സ്റ്റേഷനുണ്ട്, ഡേവിഡ് സ്റ്റേഷൻ എന്ന് പറഞ്ഞിട്ട്. അവിടെ ഒരു ചെറിയൊരു ചർച്ചുണ്ട്. അവിടെ ഇറങ്ങാൻ വേണ്ടിയിട്ടാണ് പ്ലാൻ ചെയ്തത്. പക്ഷേ നമ്മൾ ഇറങ്ങിയ സമയത്ത് ഡ്രൈവർ ഉള്ളിൽ കയറാൻ പറഞ്ഞു. എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞതെന്നറിയില്ല. എന്നിട്ട് മേളിൽ വന്നപ്പോൾ നമ്മളിവിടെയുള്ള സ്റ്റാഫിനോട് സംസാരിക്കും. അപ്പോൾ അവർ അടുത്ത ട്രെയിനിന് നമ്മൾ താഴെ ഇറക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. കാരണം അവിടെ ഒരു പ്രശ്നമുള്ളത് 7 മണിയാകുമ്പോൾ അവിടുത്തെ സ്റ്റേഷൻ ക്ലോസ് ആവും. അതിന് മുമ്പ് നമുക്ക് അവിടെ എത്തിയാൽ അവിടെയുള്ള ജസ്റ്റ് മൊണാസ്ട്രി ഒന്ന് കാണാൻ പറ്റും. ഒരു ചർച്ചാണത്. നമ്മൾ ട്രെയിൻ ഇറങ്ങി മാഷ്മിന്ത പാന്തിയോണിലോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ 6:50 നമുക്ക് 10 മിനിറ്റ് ബാക്കിയുള്ളൂ. 7 മണിക്ക് ഈ മിഡിൽ സ്റ്റേഷൻ അടയ്ക്കും. അതിന് മുമ്പ് നമുക്ക് പോയിട്ട് തിരിച്ചു വരണം. എത്താൻ പറ്റുമെന്ന് അറിയില്ല. ട്രെയിൻ കിട്ടിയിട്ടില്ലെങ്കിൽ നടന്ന്
പോകാൻ പറ്റുമെന്നാണ് പറഞ്ഞത്. എന്തായാലും നമുക്ക് നോക്കാം. മുഴുവൻ മരങ്ങളൊക്കെ വളർന്നു നിൽക്കുന്ന ഒരു ഇടവഴിയാണ്. കല്ല് പാകിയിട്ടുണ്ട്. അപ്പോൾ ഈ ട്രെയിനിൽ വന്നിപ്പോൾ നമ്മുടെ ഫാമിലിയും അതുപോലെ വേറെ ഒരു കപ്പിൾസ്, നമ്മൾ ഇത്രയും പേരേ ഉള്ളൂ. വേറെ ആരും ഇവിടെ ഇറങ്ങിയിട്ടില്ല. ഇതിപ്പോൾ 7 മണിക്ക് ക്ലോസ് ആകുമല്ലോ, അതുകൊണ്ടായിരിക്കും ആരും വരാത്തത്. നമ്മൾ ഡേവിഡ് മൊണാസ്ട്രിയുടെ എൻട്രൻസിലെത്തി. താഴെ ടിബ്ലിസി സിറ്റി കാണാം, ട്രിനിറ്റി കത്തീഡ്രൽ, മഷ്മിന്ദ പന്തിയൻ, റൈറ്റേഴ്സ് ആൻഡ് പബ്ലിക് ഫിഗേഴ്സ്. ഇവിടെ ഇവരുടെ പ്രധാനപ്പെട്ട ഒരുപാട് രാജാക്കന്മാരെയും അതുപോലെ തന്നെ സാഹിത്യകാരന്മാരെയൊക്കെ ഇവർ അടക്കം ചെയ്തിട്ടുണ്ട്. അവരുടെയൊക്കെ ശവകുടീരങ്ങളുണ്ട് ഇവിടെ. നെറ്റിൽ നോക്കിയോ മനസ്സിലായെന്ന് പറഞ്ഞാൽ അലക്സാണ്ടർ ഗ്രിബോയിദോവ് എന്ന് പറയുന്ന ഒരു പ്രശസ്ത ഹാസ്യ നടൻ്റെ ഒരു കല്ലറയാണ്. അദ്ദേഹത്തിൻ്റെ വൈ ഫ്രം വിറ്റ് എന്ന് പറയുന്ന ഒരു ആക്ഷേപഹാസ്യം അന്ന് നിലനിന്നിരുന്ന സാമൂഹ്യ വ്യവസ്ഥിതിക്കെതിരെയും ഭരണത്തിനെതിരെയും ആയിരുന്നു. അത് ഒരുപാട് ജനശ്രദ്ധ പിടിച്ചു പറ്റിയ ഒരു ആക്ഷേപഹാസ്യമായിരുന്നു. 1829 നടന്ന ടെഹ്റാൻ കൂട്ടക്കൊലയിൽ അദ്ദേഹം കൊല്ലപ്പെട്ടു. പിന്നെ അദ്ദേഹത്തിൻ്റെ ശരീരം ഇവിടെ കൊണ്ടുവന്ന് അടക്കം ചെയ്തതായിട്ടാണ് എനിക്ക് നെറ്റിൽ നോക്കിയാൽ മനസ്സിലാക്കാൻ പറ്റിയത്. ഇവിടെ മൊത്തത്തിലുള്ളൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇവിടെ ഇപ്പോൾ പറഞ്ഞു തരാനൊന്നും ആരുമില്ല. എഴുതിയിരിക്കുന്നതും മിക്കവാറും ഒക്കെ ഇവരുടെ ജോർജിയൻ ലാംഗ്വേജിലാണ്. നമുക്ക് കാര്യങ്ങൾ പറഞ്ഞു തരാനോ അല്ലെങ്കിൽ നെറ്റിൽ നോക്കിയിട്ടോ അത്ര ഒരുപാട് ഡീറ്റെയിൽസ് ഒന്നും ഇതിലില്ല. എന്നാലും കാണുന്ന കാഴ്ചകൾ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. എന്തെങ്കിലും ഡീറ്റെയിൽസ് നെറ്റിലൊക്കെ നോക്കിയിട്ട് കിട്ടുകയാണെങ്കിൽ ഞാനത് ഷെയർ ചെയ്യാം. ഈ മസ്മിന്ദ പന്തിയോണിനെ പറ്റി കുറച്ച് കാര്യങ്ങൾ ഞാൻ നെറ്റിൽ നോക്കിയ കാര്യങ്ങൾ ഞാൻ ഷെയർ ചെയ്യാം. അതായത് ഇതിന് ഡേവിഡ് കത്തീഡ്രൽ എന്ന് പറയുന്ന ഒരു പേരും കൂടെ ഉണ്ട്. ചരിത്രപരമായിട്ടും സാംസ്കാരികപരമായിട്ടുള്ള കുറേ നായകന്മാരുടെ, ജോർജിയൻ നായകന്മാരുടെ ശവകുടീരങ്ങളാണ് ഈ ഒരു ചർച്ചിലുള്ളത്. അതുകൊണ്ട് തന്നെ ജോർജിയയിലെ ചരിത്ര സാംസ്കാരിക മേഖലയിൽ ഒരു പ്രധാന നിർമ്മിതിയാണ് ഈ മാമ ഡേവിറ്റി ചർച്ച്. മാമ ഡേവിറ്റി ചർച്ച് എന്നും ഈ ഡേവിഡ് കത്തീഡ്രൽ അറിയപ്പെടുന്നുണ്ട്. അതുപോലെ മാസ്മിന്ദ പന്തിയോൺ, ഇതൊക്കെ ഒന്ന് തന്നെ 19ാം നൂറ്റാണ്ട് മുതൽ തന്നെ ഇവിടെ പ്രമുഖ വ്യക്തിത്വങ്ങളെയൊക്കെ അടക്കം ചെയ്യാനായിട്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ആദ്യകാലത്ത് അടക്കം ചെയ്തതിൽ പ്രമുഖൻ ഞാൻ നേരത്തെ പറഞ്ഞ ഒരു ആക്ഷേപഹാസ്യ കലാകാരനും റഷ്യൻ എഴുത്തുകാരനായിരുന്ന അലക്സാണ്ടർ ഗ്രിബോയിദോവ് ആണ്. പിന്നെ അദ്ദേഹത്തിന്റെ പത്നിയും തൊട്ടടുത്ത് അദ്ദേഹത്തിന്റെ ശവകുടീരത്തിനോട് ചേർന്നിട്ട് തന്നെ അടക്കം ചെയ്തിട്ടുണ്ട്. 1850 അവരുടെ ശവകുടീരങ്ങൾ ഇവിടെ വരുന്നത്. അതിനുശേഷം ഒരുപാട് എഴുത്തുകാർ, ചരിത്രകാരന്മാർ, പ്രമുഖരായിട്ടുള്ള ജോർജിയൻ വ്യക്തിത്വങ്ങൾ, രാഷ്ട്രീയ നേതാക്കൾ, ചിത്രകാരന്മാർ, ഇങ്ങനെ പലരെയും ഇവിടെ അടക്കം ചെയ്തിട്ടുണ്ട്. മാസ്മിന്ദ എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം തന്നെ ഹോളി മൗണ്ടൻ, വിശുദ്ധമായിട്ടുള്ള ഒരു കുന്നെന്നാണ് പണ്ടുകാലം മുതൽ അറിയപ്പെടുന്നത്. ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഞാൻ നെറ്റിൽ നോക്കിയിട്ട് മനസ്സിലാക്കിയതാണ്. ഇവിടെ പറഞ്ഞു തരാനൊന്നും ആരുമില്ല. ജസ്റ്റ് ഡീറ്റെയിൽസ് തരാൻ വേണ്ടി ഞാൻ നെറ്റിൽ നോക്കി മനസ്സിലാക്കിയ കാര്യങ്ങളാണ്. ഈ മാസ്മിന്ദ കുന്നിൻ്റെ കുത്തനെയുള്ള ചെരുവിൽ ഒത്ത നടുവിലായിട്ടാണ് ഈ ഒരു ഏരിയ വരുന്നത്, ഈ ഒരു ചർച്ച് വരുന്നത്. ടിബിലിസി സിറ്റി മുഴുവനായിട്ട് ഇവിടെ നിന്ന് കാണാൻ പറ്റും എന്നുള്ളതാണ് ഒരു പ്രത്യേകത. ഇവിടെ അടക്കം ചെയ്തിരിക്കുന്ന പ്രമുഖരായിട്ടുള്ള വേറെ കുറച്ച് നേതാക്കളുടെ ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞുതരാം. ദേശീയ നേതാവും എഴുത്തുകാരനുമായിരുന്ന ഇലിയ ചൗചവാസെ, അദ്ദേഹം ഒരു ജോർജിയൻ സാംസ്കാരിക നേതാവും കൂടെ ആയിരുന്നു. അതുപോലെ തന്നെ പ്രമുഖ കവിയും ജോർജിയൻ നാഷണൽ ലിബറേഷൻ മൂവ്മെന്റിന്റെ ലീഡറുമായിരുന്ന അക്കാക്കി സെവറ്റേലി, അതുപോലെ കമ്പോസറും ജോർജിയൻ ഒപ്പറയുടെ പ്രമുഖനായിട്ടുള്ള ആർട്ടിസ്റ്റുമായിരുന്ന ഗലക്ഷിയോൺ തബിറ്റ്സെ. ഇതൊക്കെ പഴയ തലമുറയിൽപ്പെട്ടതാണ്. അതുപോലെ പുതിയ തലമുറയിൽപ്പെട്ട ഒരുപാട് നേതാക്കന്മാരിവിടെ അടക്കിയിട്ടുണ്ട്. അവരിവിടെ അന്ത്യവിശ്രമം കൊള്ളുന്നുണ്ട്. ടിബിലിസിയിലെ ഒരു അറിയപ്പെടുന്ന ടൂറിസ്റ്റ് അട്രാക്ഷൻ കൂടെയാണ് ഈ മസ്മിന്ദ പന്തിയോൺ. ഒരുപാട് വിസിറ്റേഴ്സ്, സ്വദേശികളായിട്ടും വിദേശികളായിട്ടുള്ള ഒരുപാട് സന്ദർശകർ വരുന്ന ഒരു സ്ഥലമാണ്. ഫ്യൂണിക്കുലാർ ട്രെയിൻ വഴി നടന്ന് ഇവിടെ എത്തിച്ചേരാം. പിന്നെ ഫ്യൂണിക്കുലാർ ട്രെയിനിൽ വരുമ്പോൾ 7 മണിക്കാണ് ലാസ്റ്റ് ട്രെയിൻ നമ്മുടെ മിഡ് സ്റ്റേഷനിൽ വരുന്നത്. 7 മണി കഴിഞ്ഞാൽ പിന്നെ ട്രെയിൻ ഉണ്ടാവില്ല. ആ ഒരു കാര്യം ഓർമ്മിക്കണം. അതുപോലെ തന്നെ ഇവിടെ അടക്കം ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ജോർജിയയിലെ പ്രമുഖരായിട്ടുള്ള ആൾക്കാരാണ്. നമ്മൾ വരുന്ന സമയത്ത് അവരോടുള്ള ബഹുമാനം കാണിക്കാൻ വേണ്ടിയിട്ട് മറക്കരുത്. അതായത് അധികം ശബ്ദമൊന്നും ഉണ്ടാക്കാതെ വളരെ ശാന്തമായിട്ട് വന്ന് കാര്യങ്ങൾ കണ്ടുപോകണം എന്നുള്ളൊരു റിക്വസ്റ്റും കൂടെ ഉണ്ട്. അപ്പോൾ 7 മണിക്ക് ട്രെയിൻ വരുമെന്നാണ് പറഞ്ഞു. പക്ഷേ 7 മണിയായിപ്പോൾ നമുക്ക് പെട്ടെന്ന് പോയി നോക്കാം. ട്രെയിന് കിട്ടിയില്ലെങ്കിൽ അടുത്ത ഓപ്ഷൻ എന്താണെന്ന് അറിയില്ല. ഇവിടെ 7 മണിക്ക് സ്റ്റേഷനിലെത്താനുള്ളതായിരുന്നു. ഓടിക്കതച്ച് വന്ന്, പക്ഷേ ട്രെയിൻ കിട്ടിയില്ല. ഇനിയിപ്പോൾ ഒരു കുത്തനെയുള്ള കയറ്റമാണ്. ഈ മലയുടെ മുകളിൽ വരെ കയറണം, എന്നാലേ ഇനി അടുത്ത ട്രെയിൻ പിടിക്കാൻ പറ്റുള്ളൂ. നമ്മളിപ്പോൾ റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്ത് നടന്നു തുടങ്ങിയിട്ടേ ഉള്ളൂ. എത്ര ദൂരം ഉണ്ടെന്ന് അറിയില്ല. എന്തായാലും ഒരുപാട് ദൂരമുണ്ട്. എന്തായാലും നടന്നുകൊണ്ടിരിക്കുകയാണ്. വേറെ വഴി സ്റ്റേഷൻ അടച്ചു, അവിടെ ആരുമില്ല.
നേരവും എത്തുന്നു. എന്തായാലും പോയി നടന്ന് മുകളിലത്തെ സ്റ്റേഷനിലെത്താം. നടന്നൊരു പകുതി വഴിയായി. പുറകിൽ ടിബ്ലിസി സിറ്റി ഉണ്ടോ, നന്നായിട്ട് കഥയ്ക്കുന്നുണ്ട്, നന്നായിട്ട് താഴ്ന്നു. പകുതിയായിട്ടേ ഉള്ളൂ, ഇനി പകുതി ദൂരം ബാക്കിയാണ്. സിറ്റി വ്യൂ ഉണ്ടോ, നമ്മൾ ഇന്നലെ പോയ നരിക്കാല കോട്ട ഈ ഭാഗത്ത്. ഇതാണ് നരിക്കാല ഫോർട്രസ്, മദർ ഓഫ് ജോർജിയ. ഇൻഡിപെൻഡൻസ് ബ്രിഡ്ജ്, അതുപോലെ കേബിൾ കാർ, നമ്മുടെ മത്ക്വാരി റിവർ കേബിൾ കാർ പോകുന്നുണ്ട്. വേണ്ട, ഇന്നലെ നമ്മൾ പോയ TV ടവറാണ് ഈ ഭാഗത്തുള്ളത്. നമുക്ക് അതുവരെ നടന്നു കയറണം. ഇനിയും നല്ല ഡിസ്റ്റൻസ് ഉണ്ട്. നമ്മൾ നടന്നു പോകാൻ തന്നെ, നടക്കാൻ തന്നെ കഥ ചോദിച്ചാണ് നടക്കുന്നത്. അപ്പോൾ ഇത് കണ്ടോ, ഒരു ആൾ ഓടിക്കയറുന്നു, സമ്മതിക്കണം. 2 പട്ടികളും ഉണ്ട്. കൊടും കാടാണ്, ചീവീടുകളുടെ കരച്ചിൽ മാത്രമേ ഉള്ളൂ. ഇത് കണ്ടോ, അതിൻ്റെ ആ താഴ്ചയുടെ ഒരു ഇത് മനസ്സിലാവുന്നുണ്ടോയെന്നറിയില്ല. ഇവിടെ നോക്കിയാൽ കുറച്ചും കൂടെ അറിയാൻ പറ്റും. ഇതുണ്ടോ, ഫുൾ ഇതുപോലെയുള്ള കുറ്റി മരങ്ങളാണ്. ലെറ്റ്സ് ഗോ. ഇപ്പോഴാണ് ഒരു കാര്യം ശ്രദ്ധിച്ച്, ഈ സ്റ്റെപ്പിലെല്ലാം നമ്പർ എഴുതിയിട്ടുണ്ട്. ഇനി 91 സ്റ്റെപ്പുണ്ട്. ഇനി ഇത് റെസ്റ്റ് എടുത്താണ് ഇതുവരെ എത്തിയത്. നരിക്കാല കോട്ടയിലോട്ട് ഇതുവഴി നടന്നു പോകാൻ പറ്റും, നടപ്പാതയുണ്ട്. നമ്മൾ നടന്ന് മേളിലെത്തി. നമ്മൾ ഇന്നലെ വന്ന മാഷ്മിന്ത പാർക്കിലെ അവിടെ എത്തി. ഇവിടെ സിറ്റി വ്യൂ കണ്ടിട്ട് നമ്മൾ ഇന്നലെ ഇതുവഴിയാണ് പോയത്. അവിടെ എന്തോ ഒരു പ്രോഗ്രാം നടക്കുന്നുണ്ട്. പക്ഷേ ഇത് ഫ്യൂണിക്കുലാർ സ്റ്റേഷനാണ്, ഇന്നലെ മനസ്സിലായില്ലായിരുന്നു. അപ്പോൾ ഇതാണ് ഫ്യൂണിക്കുലാർ സ്റ്റേഷൻ. ഇവിടെ നിന്ന് നമ്മൾ നേരെ വീണ്ടും താഴോട്ട് പോവാണ്. നന്നായിട്ട് താഴ്ന്ന കേട്ടോ. На рельсы смотришь, страшно. Ну, та же система, как на Чемпулаке. Вот это. Нет, рельсы. Мне прямо этот музей напомнил. സുവനീർ ഷോപ്പുകളാണ്. നമുക്ക് യാൻഡെക്സിൽ ഇതാണ് നമ്മുടെ ഹോട്ടൽ. നമുക്ക് റിക്വസ്റ്റ് ചെയ്യാം. 18 ലാറിയാണ്, 3 മിനിറ്റിൽ വരും. വളരെ ഫാസ്റ്റാണ്. Отель? യാ ഓറ. നമ്മുടെ ട്രിപ്പൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ കുറച്ച് ഫ്രൂട്ട്സൊക്കെ വാങ്ങാൻ വേണ്ടി ഇറങ്ങിയതാണ്. അവിടെ ഒരു ഷോപ്പുണ്ട്, നമുക്ക് അവിടെ പോയി നോക്കാം. ഇതൊരു ജംഗ്ഷനാണ്. ഇതിപ്പോൾ പെഡസ്ട്രിയൻ ക്രോസിങ് ഇവിടെയുണ്ട്. ഈ ഒരു ലൈനിൽ നമുക്ക് പെഡസ്ട്രിയൻ ക്രോസ് ചെയ്യാൻ പറ്റില്ല. അതായത് റോഡ് അപ്പുറത്ത് ക്രോസ് ചെയ്യണമെങ്കിൽ നമ്മൾ ഇവിടെ പോയിട്ട് അവിടെ പോകണം. അങ്ങനെയാണ്. അകത്തുണ്ട് ഗ്രേപ്സ്, ബെറിയൊക്കെ. നമുക്ക് വേറെ എന്തെങ്കിലും വാങ്ങാം. ഹലോ, പഴം 5 ലാറി. ഇതൊക്കെ ഗ്രേപ്സ് വേണമെങ്കിൽ വാങ്ങാം. ഗ്രേപ്സ് 5, അത് വലുതെടുക്കാം. അതായിരുന്നു ഷോപ്പ്.
നമ്മൾ കുറച്ച് ഫിഗ് വാങ്ങി, അതുപോലെ മുന്തിരി ഗ്രേപ്സ് വാങ്ങി, ബനാന. നോ ആൽക്കഹോൾ എന്ന് മിക്ക ഹോട്ടലിൽ എഴുതി വെച്ചിട്ടുണ്ടാവും. പക്ഷേ ബിയർ കഴിക്കാൻ പറ്റും. ബിയർ ആൽക്കഹോളായിട്ട് അവർ കണക്കാക്കിയിട്ടില്ല. പക്ഷെ മിക്കവാറും എല്ലാ ഷോപ്പിലും നമുക്ക് ലിക്കർ വാങ്ങാൻ കിട്ടും. അങ്ങനെ പ്ലാൻ ചെയ്യാത്ത ഒരു ഫ്യൂണിക്കുലർ ട്രെയിൻ യാത്രയും കഴിഞ്ഞ് റൂമിലെത്തി. ഇപ്പോൾ സമയം 8:30 പക്ഷെ നേരെ ഒരുക്കിയിട്ടില്ല. ഉണ്ടാവും 8:30 കാഴ്ചയാണ്. ഇപ്പോഴും നല്ല വിളിച്ചുകൊണ്ട്. അപ്പോൾ ഈ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ ബൈ ബൈ.